ശ്രീമതി അഞ്ജു പാർവതി, നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിദുസ്സഹമായി തീരുകയാണ്. കാരണം ഈ സാമ്പത്തികമായി പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, സാധനങ്ങളുടെ ദൗർലഭ്യം, അതുപോലെ തന്നെ KSEBയുടെ വകയായിട്ട് ഇരുട്ടടിയും. അപ്പോൾ ഒന്നിനൊന്ന് ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒരിക്കലും പ്രതിപക്ഷം പോലും ഇക്കാര്യത്തിനകത്ത് ഒരിടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട രണ്ട് സംഘങ്ങളെയാണ്, രണ്ട് തരം നമ്മൾ പറയുമല്ലോ കറുവാ സംഘങ്ങൾ. അതാണല്ലോ ഇപ്പോഴത്തേത്. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സംഘം, അത് ജനങ്ങളെ അങ്ങേയറ്റം, അതായത് ഭരണത്തിൽ കയറി അന്ന് തൊട്ട് ഇന്നോളം 7-8 വർഷമായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനൊപ്പം തന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കൊള്ളക്കാർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ സഖാവ് ശിവൻകുട്ടി, അതായത് നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിക്കണമായിരുന്നു. ഇപ്പോൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടൊരു നടി 10 മിനിറ്റുള്ള ഒരു അവതരണ ഗാനം 1000-ഓളം കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാനാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു വരുത്തി പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര പുള്ളിക്കാരനത് പറഞ്ഞു കഴിഞ്ഞ് ആണ് അബദ്ധമാണെന്ന് മനസ്സിലാവുന്നത്. കാരണം തിരിച്ച് തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും മൊത്തത്തിൽ ഈ ഗവൺമെൻറ് കയറിയ അപ്പോൾ തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധൂർത്തിൻ്റെ വില, അതായത് നമുക്ക് പൊതു കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരത്തിൽ വരുമ്പം എന്തായിരുന്നു, അതിനുശേഷം എന്താണെന്നുള്ളത് ആർക്ക് വിവരാവകാശം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മേൽക്കും ബൾക്കായിട്ടുള്ള കടവുമായിട്ടാണ് ഓരോ മലയാളി കുഞ്ഞും ജനിച്ചു വീഴുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ആയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ പറയുമല്ലോ അരിമണിയൊന്ന് കുറയ്ക്കാൻ മേല, പക്ഷെ എന്നാലും തരിവളയിട്ട് നടക്കാൻ ആ രീതിയിലുള്ള ഭരണം നമുക്ക് അറിയാം. നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഫോറിൻ ടൂർ പോകുന്ന, കുടുംബസമേതം യാത്ര പോകുന്ന ഭരണകർത്താക്കൾ അല്ലേ, നമ്മുടെ അതേ നികുതി പണം എടുത്ത് 40ഓളം അകമ്പടി കാറുകളുമായിട്ട് പൊതു ഇടങ്ങൾ രാജാവിനെ പോലെ യാത്ര ചെയ്യുന്ന മുഖ്യനും പരിവാരങ്ങളും ഒരു വശത്ത്, മ്യൂസിക് സിസ്റ്റം, അതായത് 4 കാല് പുര പോലും ഇല്ലാത്ത സാധാരണ മനുഷ്യൻ, അതായത് എങ്ങനെയെങ്കിലും ഒരു 4 കാല് എങ്ങനെയും ഒരു നമ്മൾ പറയുമല്ലോ പുര കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ഒന്ന് അന്തി ഇറങ്ങാൻ ഒരു മുറി വന്ന് ആഗ്രഹിക്കുന്ന മലയാളികളുടെ മുന്നിലാണ് 38-40 ലക്ഷം രൂപ ചെലവഴിച്ചൊരു പശുത്തൊഴുത്തും മ്യൂസിക് സിസ്റ്റം വെച്ച് ചാണകം ഇടുന്ന പശുക്കളും ഒക്കെ ഉള്ള ഒരു മന്ദിരവും ഒക്കെ നമ്മുടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഈ കുഞ്ഞു ആലോചിച്ച് നോക്കും, മീഡിയാസ് പോയതെല്ലാം നവ്യ നായർ എന്ന് പറഞ്ഞ നടി, അല്ലെങ്കിൽ ആ കലോത്സവത്തിൽ 5 ലക്ഷം രൂപ, ഈ 5 ലക്ഷം രൂപ ആ ഒരു വിഷയത്തിൻ്റെ പിന്നിലാണ് 2-3 ചർച്ച. പക്ഷെ ഇവിടെ കറണ്ട് മനുഷ്യനെ പൊള്ളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ഏറ്റവും വലിയൊരു ഇട്ടടിയായിട്ട് കറണ്ടിൻ്റെ ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരനെ. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അതിൻ്റെ മേലേക്ക് പുതിയ വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും ജനം ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം, ഇവിടെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളൊക്കെ വില കയറുമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ കൂട്ടും എന്ന് പറഞ്ഞു, ഇതുവരേക്കും ഒന്നുമായിട്ടില്ല. നമുക്കറിയാം സാധാരണക്കാരനൊന്ന് ചായ കഴിക്കണമെങ്കിൽ പോലും 15 രൂപ കണ്ട ചായ ആക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ സംസാരിക്കണം, KSRTCയിൽ പെട്ടെന്നാണ് നമ്മൾ അറിയുന്നില്ല, KSRTCയുടെ ആ ഒരു സാധാരണ മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. KSEB ഒരു സൈഡിൽ കൂടെ ഇരുട്ടടി കൊടുക്കുന്നു. നമ്മുടെ സപ്ലൈകോകളിലൊന്നും ഒരു വസ്തുവില്ല, ഒന്നുമില്ല. അപ്പോൾ കിറ്റ് കാണിച്ചും ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം. അപ്പം നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു ശക്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ആയുധമാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇവർ സംഭവം കൊടുക്കാതിരിക്കും, 4-5 മാസം കൊടുക്കാതിരുന്നിട്ട് ഒരുമിച്ച് കൊടുക്കുമ്പോഴൊക്കെ ഈ പാവപ്പെട്ട കാരണവന്മാരൊക്കെ വിചാരിക്കണം അതുവരെയുള്ള വെറുതെ അവർ മറന്നു പോകും. തിരഞ്ഞെടുപ്പിൻ്റെ അടുപ്പാകുമ്പോഴേക്കും കുറച്ച് കൂടുതൽ അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ വിചാരിക്കും സർക്കാർ വന്നു നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞത് നമ്മൾ പറയില്ലേ, പാവപ്പെട്ട മനുഷ്യരെ കണ്ണ് കെട്ടിക്കൊണ്ട് കട്ടുമുടിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നോക്കിക്കഴിഞ്ഞാലും വിലക്കയറ്റവും എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. സാധാരണക്കാർക്ക് എന്താണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഇത്രയും ദൂർത്ത് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിൽക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ വർഷം കേരളീയം എന്ന് പറഞ്ഞ ഒരു ആർഭാടം. നമുക്കറിയാം എത്രമാത്രം കോടികളാണെന്ന്. അതിൽ തന്നെ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഈ മർദ്ദിതർക്കും ചൂഷിതർക്കും ഒക്കെ വേണ്ടിയിട്ട് അധികാരത്തിൽ കയറിയ ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ 1 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫിഗർ 1-ാം പേജിൽ മുഖ്യ മാധ്യമങ്ങളിലെല്ലാം വന്നത്. 1 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട്
എപ്പോഴൊക്കെ എന്തൊക്കെ പദ്ധതികളുണ്ടോ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ എൻ്റെ ഫിഗർ എൻ്റെ ബോഡി ആ ഒരു ഇതാണ്. അപ്പം അങ്ങനെ വരുന്നൊരു മുഖ്യൻ, അതിന് ആ മുഖ്യൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ക്യാപ്സ്യൂൾ, ഇവർ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ, AKG സെൻറ്റർ ചുട്ടെടുക്കുന്ന ക്യാപ്സ്യൂൾ അപ്പാടെ വിഴുങ്ങി പ്രതികരണശേഷി ഒക്കെ നഷ്ടമായിട്ടിരിക്കുന്ന കുറച്ച് ഇടതടിമകൾ, ഇങ്ങനെ ഒപ്പം ക്രിമിനൽസ്, ഒരു വശത്ത് ഗുണ്ടകൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചു എന്ത് രീതിയിലാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ. പ്രബുദ്ധരാണെന്ന് പറയും, പ്രബുദ്ധത എന്നുള്ളൊരു ആട അലങ്കാരം ഇട്ട് കൊടുത്തിട്ട് ജനങ്ങളെ വറുതിയിലിട്ട് വരട്ടി നമ്മൾ പറയല്ലോ വറുത്ത് കോരിയെടുക്കുവാണ് ഇടത് സർക്കാർ. അപ്പോൾ ഇവർ സാധാരണ ഈ സപ്ലൈകോയിൽ ഈ സബ്സിഡി സാധനങ്ങളാണ്, അതിലാണ് സാധാരണക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നത്. 13 ഇനം സബ്സിഡി സാധനങ്ങളാണ്. ഇതിനാണ് നിരന്തരം വിലക്കയറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വേണ്ടത്ര വില കയറിയിട്ടും വേണ്ടത്ര തരത്തിൽ ഇത് അവിടെ സാധനങ്ങൾ അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിലവാരമില്ലാത്ത സാധനങ്ങളുമാണ് ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. തീർച്ചയായും അത് വ്യാപകമായിട്ടുള്ള പരാതിയാണ്, നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശക്തമായിട്ട് ഇടപെടൽ നടത്തേണ്ട ഒരു പ്രതിപക്ഷമുണ്ട്. 2 രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല പ്രബലമായിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ BJP ഉണ്ടല്ലോ. പക്ഷെ ഇവരൊന്നും ഇത്തരം കാര്യങ്ങൾക്കൊന്നുമല്ല ഇവരുടെ എന്താ പറയുക ശ്രദ്ധ പോയിരിക്കുന്നത്. ബാലിശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ആഞ്ഞടിക്കാൻ നിൽക്കും അല്ലേ. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഭരണപക്ഷമോ ഇല്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങിയ ശേഷം ജനങ്ങളെ എന്താ പറയുക വറച്ചട്ടിയിലിട്ട് കോരിയെടുക്കുന്ന ഒരു ഭരണപക്ഷമാണ്. എന്നാലോ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടത് ഒരു പ്രതിപക്ഷമാണ് സ്ട്രോങ് ആയിട്ട്. അവർ ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഇതില്ല. പറഞ്ഞ പോലെ ഈ സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ ഒന്നുമില്ല. പലപ്പോഴും അത് നമ്മുടെ മീഡിയാസ്, ഇപ്പോൾ മീഡിയാസൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഇത്തരം ഓൺലൈൻ ചാനലുകൾ അവർ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ, കാരണം അത് ഒന്നാമത്തെ കാര്യം പരസ്യമാണല്ലോ, ഫ്രണ്ട് പേജിലുള്ള ബ്രാൻഡ് പരസ്യവും അതുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇതൊന്നും കാണിക്കുന്നില്ലേ, സബ്സിഡി ആയിട്ട് ബന്ധം അവശ്യ വസ്തുക്കളൊന്നും തന്നെ ഇല്ല റേഷൻ കടകളിലില്ല. അതോടൊപ്പം തന്നെ ഈ മാവേലി നമ്മൾ പറയും സപ്ലൈകോയുടെ മാർക്കറ്റ് അവിടെ അങ്ങ് ഒന്നുമില്ല. ഇനി നിലവാരത്തിൻ്റെ കാര്യം നമുക്കറിയാം. കിറ്റ് കൊടുത്തിരുന്ന സമയത്ത് പോലും ആ ശർക്കര വരട്ടി തൊട്ട് പപ്പടം വരെ എന്തായിരുന്നു അല്ല, ജനങ്ങൾക്ക് സൗജന്യം എന്ന് പറഞ്ഞിട്ട് ഓണം കിറ്റുകൾ കൊടുത്തിരുന്നപ്പോൾ വരെ ഒട്ടും നിലവാരമില്ലാത്ത, ഏത് രീതിയിലും ജനങ്ങളെ പൊടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിന് വ്യക്തമായിട്ട് അറിയാം. കുറച്ചൊരു 1-2 കിറ്റ് ഓരോ മാസം കൊടുത്തു കഴിഞ്ഞാൽ പാവം പിടിച്ച കാരണവന്മാരും അമ്മമാരും ഒക്കെ മിണ്ടാതിരിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് ഇവർ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ളൊരു സംഭവമാണല്ലോ ഇവരുടെ ഇലക്ഷൻ സമയത്തുള്ളൊരു പൊളിറ്റിക്കൽ ഒരു ആയുധമാണ്. അത് ശക്തമായിട്ടുള്ള ആയുധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നത് എത്രയോ ആൾക്കാർക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് വീമ്പളക്കുന്ന ഒരു നമ്മുടെ സർക്കാരാണ് ഇവിടെ. പക്ഷെ അത് തന്നെ കാണിക്കുന്നത് കേരളം എവിടെ എത്തി നിൽക്കുന്നതാണ്. എത്രയധികം എന്താ പറയുക സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങേണ്ടി വരുന്ന ഗതികേടുള്ള ആൾക്കാരിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BPL അങ്ങനത്തെ ഇതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനങ്ങൾക്ക് ആവശ്യം. അത് കേരളം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, അത്രയ്ക്ക് വലിയ പോപ്പുലേഷൻ ഇല്ല. എന്നിട്ട് പോലും ഇവിടുത്തെ ഇത്രയും ശതമാനം ആൾക്കാർക്ക് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിത്യവൃത്തിക്കുള്ള വകയുള്ളൂ എന്ന് പറയുമ്പം അത് കാണിക്കുന്നത് ഈ സ്റ്റേറ്റിൻ്റെ താഴേക്കുള്ള എന്താ പറയുക ഗ്രാഫ് താഴെയാണ്. അവിടെ എന്ത് ഇക്കണോമിക് ഗ്രോത്താണ് ഇവിടെ ഉള്ളത് ജനങ്ങൾക്ക്. അപ്പോൾ ഒന്നുമില്ല. പക്ഷെ ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനായിട്ട് ആരും മുന്നിൽ വരില്ല. കുറേ പേര് സർക്കാർ കണക്കുകൾ നോക്കിക്കഴിയുമ്പോൾ ഇത്രയും ലക്ഷം ജനങ്ങൾക്ക് ഞങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുമ്പം അർഹരായിട്ടുള്ളവർക്കാണോ കിട്ടുന്നത്? നമ്മൾ അതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. BMW കാറുമുള്ള ഇടത് പക്ഷത്തുള്ള ആൾക്കാർക്ക് തന്നെ അത് നമുക്കറിയാം കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. ആ ഓരോ പിന്നെ അർഹത ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കുന്ന ആ ഓരോ തദ്ദേശ ഏരിയകളിലുള്ള മെമ്പർമാരും കൗൺസിലർമാർക്കും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത വർഷം അവർക്ക് ജയിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും പേർക്ക് തന്നു, അർഹത ഇല്ലാത്തവർക്കും തന്നു എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് നമ്പർ കാണിക്കണം. നിലനിൽപ്പാണ്. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേണ്ട തരത്തിൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അടിമാലിയിലെ മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങിയത്. അത്രയുമെങ്കിലും ഒരു പ്രതിഷേധം നമ്മുടെ പ്രതിപക്ഷം കാണിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ അപ്പോൾ വിചാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ മറിയമ്മച്ചി ഇറങ്ങുമ്പം മറിയമ്മച്ചി ആയിരുന്നു ഒരു ഒറ്റയ്ക്ക് ശക്തമായിട്ട് നിന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയാനായിട്ട്. അവർ കാണിച്ചൊരു തഞ്ചടം ഭയങ്കരമാണ്. അതായത് അന്ന് മൊത്തത്തിൽ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അവരല്ലേ. അവർക്ക് ആ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു അത്. ശരിക്കും ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ഒരു പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു പാർട്ടി എന്ന് പറയുന്നില്ല, പാർട്ടികളാണ്. പക്ഷെ അവർ
അവർക്കിതൊന്നുമല്ല, അവർക്ക് വീതം വയ്ക്കലൊക്കെയാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. രണ്ട് രാഷ്ട്രീയ പാർട്ടിയും ഇവർ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ മറ്റവരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കേസുകൾ, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു സിസ്റ്റമാണ് കേരളം. പക്ഷെ ഇതാരും പറയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒന്നോ രണ്ടോ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴുത്തിയും പുകഴ്ത്തിയും ഒക്കെ അവർ നിന്നിട്ട് എല്ലാവരും അവരുടെ നിലനിൽപ്പിൽ കിട്ടുന്നതിൻ്റെ എത്രത്തോളം കൈയിട്ട് വരാൻ പറ്റുമോ അത് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് തദ്ദേശം തൊട്ട് ലോക്കൽ ബോഡീസ് തൊട്ട് അങ്ങ് തലപ്പത്തിരിക്കുന്ന രാജാവിൻ്റെ വരെ ശ്രദ്ധ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുത്തഴിഞ്ഞ ഒരു സംസ്ഥാനാവസ്ഥയിലേക്കാണ് പാവപ്പെട്ട ജനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.